അമ്മേ വളരെ കഷ്ടപ്പെട്ട ആനയുടെ ശല്യം കൊടുത്ത് കാല് പൊട്ടി എനിക്കൊരു പണിയെടുക്കാൻ കഴിയുന്നില്ല. നമുക്ക് ഞാൻ പറയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അവർക്ക് വേണ്ടി ഞാൻ ഇന്നും പ്രാർത്ഥിക്കും. കിടക്കുമ്പോൾ ഇരിക്കുമ്പോൾ എല്ലാം ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് അത്രയേ പറ്റില്ല. ദൈവത്തിൻ്റെ മുന്നിൽ എന്നെ സഹായിച്ച എല്ലാ അമ്മമാർക്കും സ്നേഹത്തോടെ എങ്ങനെ നന്ദി പറയുന്നത് എനിക്കറിയില്ല. എല്ലാവർക്കും നന്ദി. ആന ഓടിച്ച് എൻ്റെ നേരത്തെ എൻ്റെ കാലിൻ്റെ ഉപ്പുറ്റി പൊട്ടി വിട്ടുപോയി. അതിൻ്റെ എക്സ്റേ ഇവിടെയുണ്ട്. ഇന്നലെ രാത്രി വെളുക്കുന്നിടം വരെ പോസ്റ്റുകാർ വരെ ഉണ്ടായിരുന്നു. 3 വണ്ടി ഉണ്ടായിരുന്നു. 3 വണ്ടി ഉണ്ടായിരുന്നു, പോസ്റ്റുകാർ ഉണ്ടായിരുന്നു. അത് വൈരം കുറച്ച് ഇങ്ങോട്ട് ഓടുന്നത്. അതൊരു വലിയൊരു മോയായന. അതിനെ കൊണ്ട് ഭയങ്കര നേരം വെളുത്തപ്പോൾ ആന ഇറങ്ങി വന്നു. എന്ത് പൊക്കെന്നറിയോ? വലിയ ആനയല്ലേ? ആ വലിയ മോഴയാണല്ലേ? വലിയ മോഴയാണ്, വലിയ ആന കേട്ടോ. ഒരു 2 ആനയുടെ വലിപ്പമുള്ള ഒരു ഭയങ്കര ആനയത്. അടുക്കളയിലൊന്നും ഇല്ല കേട്ടോ. ഒന്നും ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല. ഒറ്റപ്പാട് കെട്ടിയ ഞാൻ പുറത്തിറങ്ങിയത്. അപ്പൊ ആന ഇതിലെ വന്നു. ആന വന്നപ്പോ ഞാൻ വേഗം ഓടി അകത്ത് കയറി. ആന വന്ന് ഇവിടെ ചവിട്ടി. ഇത് ആന ചവിട്ടിയതാണ്. ഇതാന ചവിട്ടിയതാ? ആ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും ബാധിക്കും. ഞാൻ എന്നും പ്രാർത്ഥിക്കും. എനിക്കതേപോലെ പ്രാർത്ഥിക്കാനേ അറിയുള്ളൂ. ഞാൻ അമ്മേ ഇന്നലെ രാത്രി വെളുക്കുന്നിടം വരെ പോസ്റ്റുകാർ വരെ ഉണ്ടായിരുന്നു. 3 വണ്ടി ഉണ്ടായിരുന്നു. 3 വണ്ടി ഉണ്ടായിരുന്നു, പോസ്റ്റുകാർ ഉണ്ടായിരുന്നു. അത് വൈരം കുറച്ച് ഇങ്ങോട്ട് ഓടുന്നത്. അതൊരു വലിയൊരു മോയായന. അതിനെ കൊണ്ട് ഭയങ്കര ഇതാ കാണുന്നത്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആർളം ഫാമിലാണ്. ആർളം ഫാം ബ്ലോക്ക് 10 കോട്ടപ്പാറ പ്രദേശത്താണ് ഞാനിപ്പോൾ ഉള്ളത്. ഒരു 3-4 എപ്പിസോഡുകൾക്ക് മുന്നേ നമ്മൾ ഈ ഒരു പ്രദേശത്ത് വന്നിരുന്നു. അത് നമ്മൾ ഈ കോട്ടപ്പാറ പ്രദേശത്ത് ഒരു വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന രമേശ് ചേട്ടനെയും ചേച്ചിയെയും ഒക്കെ നമ്മൾ കണ്ടിരുന്നു. അവരുടെ വീടും പരിസരവും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങളും, പ്രത്യേകിച്ച് കാട്ടാന സ്ഥിരമായിട്ട് വരുന്ന ഒരു പ്രദേശമാണ്. അവരുടെ ബുദ്ധിമുട്ടും വീട്ടിലെ ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ നമ്മൾ അന്നത്തെ എപ്പിസോഡിൽ കണ്ടാണ്. ഞാൻ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കാണാത്തവർ ആ ഒരു എപ്പിസോഡ് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. അതിൻ്റെ കണ്ടിന്യൂഷനാണ് ഈ ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ അന്ന് ആ ഒരു എപ്പിസോഡ് ചെയ്തതിന് ശേഷം കുറച്ച് ആളുകൾ നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മുന്നോട്ട് വന്നിരിക്കുകയാണ്. അവരുടെ ആവശ്യപ്രകാരം ഞാൻ ഇന്ന് രമേശ് ചേട്ടനും ചേച്ചിക്കും അവർക്ക് വീട്ടിലേക്ക് വേണ്ട അത്യാവശ്യം വേണ്ട കുറച്ചധികം സാധനങ്ങളുമായിട്ട് നമ്മളിന്ന് അങ്ങോട്ട് പോവുകയാണ്. നമ്മളിന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാം നമുക്ക് ഇത് മേടിക്കാനായിട്ട് പറ്റിയതൊക്കെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സായിട്ടുള്ള അമേരിക്കയിൽ നിന്നുള്ള ഒരു ചേച്ചി, സാന്ദ്ര എന്നാണ് ചേച്ചിയുടെ പേര്, അതേപോലെ ദുബായിൽ നിന്നുള്ള ഒരു ഷിബിൻ ചേട്ടൻ, പിന്നെ ഒരു ശ്രീകാന്ത് ഏട്ടൻ, പിന്നെ പേര് വെളിപ്പെടുത്താൻ താല്പര്യമില്ലാത്ത ഒരു ചേച്ചിയും കൂടെ. അങ്ങനെ ഇത്രയും 4 പേരാണ് നമ്മളെ ഇതിനു വേണ്ടിയിട്ട് സഹായിച്ചിരിക്കുന്നത്. അപ്പം അങ്ങനെ നമ്മൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ അത്യാവശ്യം അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിന്ന് അത് അവർക്ക് ഹാൻഡ് ഓവർ ചെയ്യാനായിട്ടുള്ള ഒരു പരിപാടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മൾ സാധനങ്ങളെല്ലാമായിട്ട് ഇവിടെ എത്തി കഴിഞ്ഞപ്പോൾ പൊരിഞ്ഞ മഴ. ഞങ്ങളിപ്പോൾ ഏകദേശം ഒരു 2-2.5 മണിക്കൂർ ഇവിടെ നോക്കി നിന്നു. ഇപ്പോൾ ഇതാണ് അവസ്ഥ. ഞങ്ങൾ 3 മണിയായപ്പോൾ വന്നതാണ്. ഇപ്പോൾ 5 മണിയാറായി. 3 മണിയല്ല, 2-2.5 ആയപ്പോൾ വന്നതാണ്. ഇപ്പോൾ 5 മണിയാറായി. ഇപ്പോൾ നിങ്ങൾക്ക് ഇടി വെട്ടുന്ന ഒച്ച കേൾക്കായിരിക്കും. ഭയങ്കര ഇടിവെട്ടലും ഭയങ്കര മഴയാണ്. ഇപ്പോൾ ചുറ്റും ഇടി വെട്ടുന്നുണ്ട്. ഏത് സമയത്തും ആന ഇറങ്ങാൻ സാധ്യതയുള്ളൊരു സമയമാണ്. പക്ഷേ നമ്മൾ അതൊന്നും വകവെക്കുന്നില്ല. നമ്മളേതായാലും സാധനങ്ങൾ ഇറക്കാനായിട്ട് പോകണം കേട്ടോ. ഞാനിന്ന് അറിയുന്ന വീട്ടുകളിൽ കൂടെ ഞാൻ കയറി പോകും. രാവിലെ പോകും. ഉപ്പുമില്ല, ഒന്നുമില്ല. അപ്പോൾ ഞാൻ ചെറുപ്പം പോലെ പണിയെടുക്കുന്ന വീടുകളിൽ കൂടെ പോയിട്ട് മാത്രമേ എൻ്റെ ജീവിതം കഴിയുള്ളൂ. അങ്ങനെ പോയതല്ലേ? ഞങ്ങൾ ആദ്യം പിന്നെ എൻ്റെ മോള് TCC എല്ലാം കഷ്ടപ്പെട്ടു. പക്ഷെ എൻ്റെ മോളെ പഠിപ്പിക്കാൻ എനിക്കൊരു നിവൃത്തി കിട്ടുന്നില്ല. കണിച്ചാറിലെ അറിയുന്ന ചേട്ടന്മാർ, പോലീസുകാർ എല്ലാവരും എനിക്ക് സഹായിക്കും. എന്നെ നമുക്കേ കഴിഞ്ഞ ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് വീഡിയോ എടുത്തില്ലേ? അപ്പോൾ നിങ്ങൾക്ക് സാധനങ്ങളൊന്നും ഇല്ല എന്നുള്ളതൊക്കെ അതിൻ്റെ അകത്ത് ഇവിടെ പറഞ്ഞില്ലേ? അപ്പോൾ ഒരു നല്ല മനസ്സുള്ള ഒരു 3-4 പേര് ഇപ്പോൾ സഹായിച്ചേക്കുവാണ് നമ്മളെ. അപ്പോൾ ചേട്ടനുള്ള സാധനങ്ങളുമായിട്ടാണ് ഞങ്ങൾ വന്നേക്കുന്നത്. നേരത്തെ വന്നപ്പോൾ ചേട്ടൻ ഇവിടെ ഇല്ലായിരുന്നു. ഉച്ചയായപ്പോൾ ഞങ്ങൾ ഇവിടെ വന്നായിരുന്നു. 2 മണിക്ക് മുന്നേ ഞങ്ങളിവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ പിന്നെ മഴ തുടങ്ങി. ഞങ്ങൾ ഇത്ര നേരം ഇവിടെ നോക്കി നിൽക്കുക. അപ്പോൾ ഏതായാലും ചേട്ടൻ ഇപ്പോഴാണ് വന്നത്. ഏതായാലും നമുക്ക് ഏതായാലും സാധനങ്ങൾ ഇറക്കിയാലോ? ഇറക്കാം. ഏതായാലും നമ്മൾ ഇന്ന് ഇവർക്കൊരു കുട മേടിച്ചുകൊണ്ട് വന്നായിരുന്നേ. ഇതിപ്പോൾ വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ തന്നെ ഉദ്ഘാടനം ചെയ്യും കേട്ടോ. കുടയില്ലാത്തതുകൊണ്ടേ
വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഈ കുട തന്നെ എടുക്കുവാണ്. രാവിലെ ഉണ്ടല്ലോ, ആ രാവിലെ ഇതിലെ ആന പോകുന്നത്. ആന ഉണ്ടായിരുന്നല്ലേ? അത് നമുക്ക് ചോദിക്കാം, ഞാൻ ചോദിക്കാം. അവിടെ നിന്നിട്ട് വൃത്തിയായിട്ട് ചോദിക്കാം കേട്ടോ. നമുക്ക് ഈ സാധനങ്ങൾ പെട്ടെന്ന് മഴയ്ക്ക് മുന്നേ ഒന്ന് എടുക്കാം, എന്നിട്ട് ഞാൻ ചോദിക്കാം. പേപ്പർ നമുക്ക് എടുത്തിടാം. ഇവിടെ അവർക്ക് മേടിച്ച കുടയാണേ, അത് തന്നെ നമ്മൾ ഉപയോഗിക്കുകയാണ്. വേറെ നിവൃത്തിയില്ല, കുടയില്ലായിരുന്നു, പെട്ടെന്ന് വന്ന മഴയാണ്. ഓക്കെ, ഒരു മിനിറ്റ് ചേട്ടാ, ഒറ്റ മിനിറ്റ്. ഇല്ല ചേട്ടൻ എടുക്കണ്ട, ഞാൻ എടുത്തോളാം. ഇതുണ്ടോ, കൊണ്ടുപോവാണേ. ചേച്ചി ഇറങ്ങി വരണ്ട, ഞാൻ അങ്ങോട്ട് വന്നോളാം കേട്ടോ. ഇറങ്ങി വരുമൊന്നും വേണ്ട, വീഴല്ലേ. ഏതായാലും മഴ കുറച്ച് സമയത്തേക്ക് നമുക്കൊന്ന് മാറി തന്നിരിക്കുകയാണ്. ആ ഒരു സമയം നോക്കി നമ്മളിത് ചെയ്യുന്നുണ്ട്. ഭയങ്കര ഇടിവെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കാതെ. ഇവിടെ അരിയാണ്, അരി. ഇതിന് വലിയ കനമില്ല. ഇതൊന്ന് ചേട്ടൻ പിടിച്ചേക്കാവോ? ചേട്ടൻ അങ്ങോട്ട് പോയിക്കോ, എന്നിട്ട് ചേട്ടൻ അവിടെ വന്നു, ഞാൻ എടുത്തോണ്ട് വന്നോളാം കേട്ടോ. ആ, 2 കസേരയാണേ. ഓ, നല്ല ബക്കറ്റും കുറച്ച് സാനിറ്ററി സാധനങ്ങളും അവർക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കേട്ടോ. ഈ ടോർച്ചും ഗ്ലാസ്സും ഒക്കെയാണ്. ഒരു എമർജൻസി. ഇത് കുറച്ച് വെജിറ്റബിൾസ് പിന്നെ വേറെയും കൊണ്ടുപോയിട്ടുണ്ട്. നമ്മുടെ ചേട്ടൻ മെയിനായിട്ട് ആവശ്യപ്പെട്ട സാധനമാണ്. ഇതിൻ്റെ സ്മെല്ലാണ് ഇപ്പോൾ വണ്ടിക്കകത്ത് മൊത്തം കേട്ടോ. ഉണക്കമീൻ ചേട്ടൻ പ്രധാനമായിട്ട് ആവശ്യപ്പെട്ട. അന്ന് ഞാൻ ചോദിച്ചപ്പോൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞ 2 സാധനമാണ്, ഉണക്കമീനും ചായപ്പൊടി. ഏതായാലും അതാണ്, ചായപ്പൊടി അങ്ങോട്ട് കൊണ്ടുപോയി. ബാക്കി ഇനി നമുക്ക് അവിടെ നിന്ന് കാണാം കേട്ടോ. അങ്ങനെ നമ്മളെല്ലാ സാധനങ്ങളും നമ്മൾ വീട്ടിലെത്തിച്ചിരിക്കുകയാണ് കേട്ടോ. ഇതാണ് നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ. കുറേ നേരം നമ്മൾ ഇവിടെ വെയിറ്റ് ചെയ്ത്. നിങ്ങൾക്ക് ഇവിടുത്തെ കാലാവസ്ഥ ഇപ്പോൾ നോക്കിയാൽ മനസ്സിലാവും. ഇവിടെ ഫുള്ള് മഴയായിരുന്നു കേട്ടോ, നിർത്താതെ മഴയായിരുന്നു. അപ്പം നമ്മളങ്ങനെ എല്ലാ സാധനങ്ങളും ഇവിടെ എത്തിച്ചിരിക്കുകയാണ്. നമുക്ക് ഓരോന്നോരോന്നായിട്ട് ചേട്ടന് ഹാൻഡ് ഓവർ ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ ഉണക്കമീൻ. അമ്മേ, വളരെ കഷ്ടപ്പെട്ട ആനയുടെ ശല്യം കൊടുത്ത് കാല് പൊട്ടി. എനിക്കൊരു പണിയെടുക്കാൻ കഴിയുന്നില്ല. എൻ്റെ മോള് വിദ്യാഭ്യാസം എനിക്ക് സർക്കാർ നേടിത്തരുവാണെങ്കിൽ എനിക്ക് നല്ലതായിരുന്നു. അറിയുന്ന വീട്ടുകളിലെ കൂടെ ഞാൻ കയറി പോന്നു. രാവിലെ പോയിട്ട് ഇന്നലെ ഇവിടെ ഉപ്പില്ലായിരുന്നു, അരി പോലില്ലായിരുന്നു. ഇന്നിപ്പോൾ എല്ലാം ഉണ്ട്, ചേട്ടൻ പേടിക്കണ്ട. ഉപ്പ്, അരി, എല്ലാ സാധനവും ഉണ്ട്. ചേട്ടൻ ഇനി ഒരു 2 മാസത്തേക്ക് എവിടെയും പോകണ്ട കേട്ടോ. ഞാനിന്ന് ഒന്ന് കരയണ്ട കേട്ടോ. അപ്പം നമ്മളൊക്കെ വന്നില്ലേ, ഇനിയിപ്പം പേടിക്കണ്ട കേട്ടോ. ചേച്ചി ഈ അരി അങ്ങോട്ട് എടുത്ത് വെച്ചോ കേട്ടോ. എന്നാ അതൊക്കെ ഓരോന്നോരോന്നിട്ട് എടുത്താൽ മതി, എല്ലാം കൂടെ എടുക്കണ്ട. ചായപ്പൊടി ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ ചേട്ടാ. ചേട്ടൻ പറഞ്ഞ ചായപ്പൊടി ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. എല്ലാ സാധനവും ഉണ്ട്. എന്തായാലും നല്ല തൃപ്തിയാ. ഞാനീ കണ്ട 20 വർഷമായി ഞാനിവിടെ ജീവിക്കാൻ തുടങ്ങിയിട്ട് ഒരു രാഷ്ട്രീയക്കാരും എന്നെ തിരിഞ്ഞോട്ടില്ല. ഞാൻ വെള്ളത്തിന് പോകുമ്പോഴാണ് കാട്ടാൻ എന്നെ ഓടിച്ചത്. എൻ്റെ ഉപ്പുറ്റി പൊട്ടി വീണു പോയി, ഞാൻ കിടപ്പിലായി. എൻ്റെ മകളെ തിരിച്ച് എന്നെ കൊണ്ട് കഴിയുന്നിടത്തോളം ഞാൻ പഠിപ്പിച്ചതിന് അവൾക്കുള്ള ജോലി എനിക്ക് സർക്കാർ വാങ്ങിത്തരുവാണെങ്കിൽ എനിക്ക് നല്ലതായിരുന്നു. കേട്ടോ ജി, അതിനകത്തെ ആ ചായപ്പൊടി ഉണ്ട്, എടുത്ത് മാറ്റി വെക്കണം കേട്ടോ. കാട്ടാങ്കോട്ട് ജോണി സാറാ, അയാളുടെ രസയ്യ, അവരെ എന്നെ രക്ഷിക്കുന്നത്. കാട്ടാങ്കോട്ട് ജോണി സാറ്, അയാളുടെ രസയ്യ, എന്താവശ്യം ഓടിച്ചെന്നാലും എനിക്കത് സഹായം ചെയ്യൂ. കുറച്ച് വെജിറ്റബിൾസ് ആട്ടോ.
മഴ പെയ്യുന്നതിന് മുന്നേ നമുക്കിതൊന്നെല്ലാം എടുത്ത് അതൊക്കെ എടുത്താൽ മതി. അല്ല കയറുന്നില്ല, കാലയൊക്കെ ചെടിയാണ്. ഇത് ചേട്ടന് നമ്മൾ സംസാരിക്കുന്നു, വെളിച്ചമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളൊരു എമർജൻസിയുടെ കാര്യം പറഞ്ഞിരുന്നു. എമർജൻസിയാണ് കേട്ടോ അത്. ചേട്ടാ ഒരു രാത്രി നമുക്ക് വെളിച്ചത്തിന് ഒരു എമർജൻസി കേട്ടോ. അമ്മേ എടുത്തു വെച്ചോ, ഇതിൻ്റെ അകത്ത് വെച്ചു, ഞാൻ കവറിനകത്ത് വെച്ചു കേട്ടോ. ടോർച്ച് കാലിൻ്റെ ഉപ്പിറ്റീൻ്റെ വേദന കൊണ്ട് എനിക്ക് നീര് വെച്ചിട്ടുണ്ട് കാലിന്. ടോർച്ച് ചായ കുടിക്കുന്ന ഗ്ലാസ്സാട്ടോ. നമുക്ക് പറ്റുന്ന പോലെ നമുക്കുള്ള ബഡ്ജറ്റ് വെച്ചിട്ട് നമ്മൾ 2 ടോർച്ച് മേടിച്ചിട്ടുണ്ട് കേട്ടോ. ഒന്ന് അത്യാവശ്യം നല്ല റേഞ്ച് കിട്ടുന്ന ഒരു ടോർച്ചാണ്. നമ്മളിതിന് മുന്നേ നമ്മൾ ആ മത്തഞ്ചേരനൊക്കെ മേടിച്ച് കൊടുത്ത പോലെ തന്നെ നല്ല റേഞ്ച് കിട്ടുന്ന സൈസ് എന്താ, ഇതേപോലെ ലോങ്ങും കിട്ടും. ഇവിടെയൊക്കെ ഇന്നലെ കഴിഞ്ഞ രാത്രിയൊക്കെ ആന വന്നാന്ന് പറഞ്ഞു. അപ്പം അങ്ങനത്തെ ഒരു ടോർച്ചാട്ടോ. ഇത് ചാർജ് ചെയ്യണം കേട്ടോ ചേട്ടാ. ഇതിൻ്റെ ചാർജറൊക്കെ ഇതിൻ്റെ അകത്തുണ്ടേ. നമുക്ക് ഏതായാലും അടുത്തുള്ള തൽക്കാലത്തിപ്പിക്കുക കറണ്ട് വരുന്നിടം വരെ അടുത്തുള്ള വീട്ടിൽ നിന്ന് എവിടെയെങ്കിലും ചാർജ് ചെയ്യത്തില്ലേ? മോളിവളുടെ ഏച്ചിൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ട്. 2 ടോർച്ചുണ്ട് കേട്ടോ. 2 അത്യാവശ്യം വെട്ടമുള്ള സൈസാണ്. 2ൻ്റെ ചാർജർ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ. ഒന്നിൻ്റെ ഇത്, മറ്റേൻ്റെ ഇതിൻ്റെ അകത്തുണ്ട് കേട്ടോ ടോർച്ച്. ടോയ്ലറ്റ് സാധനം, ഒരു കപ്പും ബക്കറ്റ്. ചേച്ചി ഇത് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യുന്ന കേട്ടോ. കപ്പും ബക്കറ്റും. ചേട്ടനൊരു ഷർട്ട് നമ്മൾ മേടിച്ചു കേട്ടോ. ചേട്ടന് ഇഷ്ടപ്പെട്ടോ നോക്കി, ഒരു ഷർട്ട്. അമ്മേ ഇത് ചേച്ചിക്കും ചേട്ടനുമുള്ള നൈറ്റി, ലുങ്കി അങ്ങനെയുള്ള സാധനങ്ങൾ തോർത്തൊക്കെ കേട്ടോ. അതിന് പൊട്ടിച്ച് നോക്കുന്നൊന്നുമില്ല. ചേച്ചിക്ക് എന്തായാലും ഉണ്ട് കേട്ടോ. നൈറ്റിയൊക്കെ ഉണ്ട്. ഇതായി കവറും കൂടെ ചേച്ചി. ഇതും കുറച്ച് പച്ചക്കറിയാണേ. ഇതിനകത്തിരുന്ന പയറും തക്കാളി, വെണ്ടയ്ക്കൊക്കെ കേട്ടോ. ചട്ട് വീണ് പോകണ്ട. പാൽപ്പൊടി കേട്ടോ. ചായ ഉണ്ടാക്കി കുടിച്ചോട്ടോ, പാൽപ്പൊടി. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും, കടല, പരിപ്പ്, അങ്ങനെയുള്ള സകല സാധനങ്ങളും ഉണ്ട് കേട്ടോ. ഇനി എല്ലാം എടുത്ത് നോക്കുന്നില്ല. ഉപ്പ് മുതലുള്ള എല്ലാ സാധനങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. ബാക്കി അതിൻ്റെ അകത്തുണ്ട്. എല്ലാം പൊട്ടിച്ച് കാണിക്കുന്നില്ല. പഞ്ചസാരയൊക്കെ ഉണ്ട് കേട്ടോ. പെട്ടെന്ന് കൊണ്ടേ വെക്കണ്ട, ചിലപ്പോൾ പഞ്ചസാര അടിയിലായിരിക്കുവേ. ചേച്ചി വെച്ചോളൂല്ലേ? അതൊക്കെ ഒന്ന് എടുത്തോണ്ട് പോകണ്ട. അപ്പോൾ അത് ഓരോന്നേരം എടുത്താലും മതി കേട്ടോ. ഇതാ ഒരു കുടയുണ്ട് കേട്ടോ. ചേട്ടാ ഒരു കുടയും കുടയിൽ നിങ്ങൾക്കുള്ള അത്യാവശ്യം സാധനങ്ങളൊക്കെ മേടിച്ചു എന്ന് വിചാരിക്കുന്നു. ചേട്ടാ ചേച്ചി, അപ്പോൾ നമ്മളെ ഇതിനുവേണ്ടി സഹായിച്ചത് 4 പേരാണ് പ്രധാനമായിട്ട്. ഒന്ന് അമേരിക്കയിൽ നിന്നുള്ള ഒരു സാന്ദ്ര ചേച്ചി, പിന്നെ ദുബായിൽ നിന്നുള്ള ഒരു ഷിബിൻ ചേട്ടൻ, പിന്നെ ഒരു ശ്രീകാന്തേട്ടൻ, പിന്നെ പേര് പറയാൻ താല്പര്യമില്ലാത്തൊരു ചേച്ചിയും കൂടെ ഉണ്ട്. അങ്ങനെ 4 പേരാണ് നമുക്ക് ഇതിനു വേണ്ടി പൈസയൊക്കെ തന്നത്. അവരുടെ പൈസ കൊണ്ടാണ് ഇത് മേടിച്ചേക്കുന്നത് കേട്ടോ. അല്ലാണ്ട് എൻ്റെ പൈസയല്ല. അവരാണ് പൈസ തന്നത്. നിങ്ങൾക്ക് മേടിച്ച് കൊടുക്കാമെന്ന് ചോദിച്ചതും ഇങ്ങനെ ഞാൻ മേടിച്ചുകൊണ്ട് വന്നത് കേട്ടോ. അപ്പോൾ അന്നത്തെ വീഡിയോ കണ്ടിട്ടാണ് ആൾക്കാർ ഇതൊക്കെ നിങ്ങൾക്ക് വേണ്ടി ചെയ്തത് കേട്ടോ. അപ്പോൾ ഇനി ഈ വീഡിയോ കണ്ടിട്ട് ഇനി ആർക്കെങ്കിലും നമുക്കിവിടെ ഒരു അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സാധനം കൂടെയാണ് അലാറം. അതായത് നമുക്കറിയാലോ അലാം സിസ്റ്റം, മൃഗങ്ങൾ വന്നാൽ അലാറം അടിക്കുന്ന ഒരു സംഭവം അറിയാം. നമ്മൾ പല വീഡിയോയിൽ കാണിച്ചിട്ടില്ലാന്ന്. അതൊരെണ്ണം ആർക്കെങ്കിലും ഒന്ന് സ്പോൺസർ ചെയ്യാൻ പറ്റുവാണെങ്കിൽ പറഞ്ഞാൽ ഇവർക്ക് ചെയ്ത് കൊടുക്കുന്നത് വളരെ 1 അല്ല 2 ചെയ്യാൻ പറ്റുവാണെങ്കിൽ ഉപകാരമായിരിക്കും എന്ന് തോന്നുന്നു. കാരണം ഇത് ഇവിടെ ഒരു സൈഡിൽ നിന്നല്ല, എല്ലാ സൈഡിൽ നിന്നും ആന വരുന്നൊരു പ്രദേശമാണ്. അപ്പോൾ അത്യാവശ്യം ഈ ഒരു 2 സൈഡിലെങ്കിലും വെച്ച് കൊടുക്കാൻ പറ്റുവാണെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. അപ്പോൾ ആർക്കെങ്കിലും ആ ഒരു സിസ്റ്റം
അലാം സിസ്റ്റം നമ്മളന്ന് കണ്ടാണ്. സോളാർ അടക്കമുള്ള ആ ഒരു സിസ്റ്റത്തിന് ഏകദേശം 10,000 രൂപ വിലയുണ്ട്. ജിഷോയ് എന്ന് പറയുന്ന മലപ്പുറം സ്വദേശിയാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ആ രണ്ടെണ്ണമെങ്കിലും വേണമെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സൈഡ് വെച്ചിട്ട് കാര്യമില്ല, കാരണം ഇത് 2 സൈഡിൽ കൂടെ ആന വരുന്നതാണ്. അപ്പോൾ അത് അടിക്കുവാണെങ്കിൽ ആന ഇവിടുന്ന് പോയിക്കോളും. അവർക്കൊരു ഉപകാരമായിരുന്നു അതിനെ. അപ്പോൾ നമുക്ക് അറിയാമല്ലോ. അപ്പോൾ ആരെങ്കിലും അത് സഹായിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളതും ഇവിടെ സെറ്റ് ചെയ്യുന്നതാണ്. ഇവർക്കത് വളരെ അത്യാവശ്യമുള്ള ആളുകളാട്ടോ. അപ്പോൾ അലാം സിസ്റ്റത്തിൻ്റെ കാര്യം ഈ വീഡിയോ കാണുന്നവർ ആരെങ്കിലും ഒന്ന് മനസ്സ് വെക്കുകയാണെങ്കിൽ നമുക്കതും കൂടെ ചെയ്യാം. അപ്പോൾ ഏതായാലും ആ 4 പേരെ ഞാനിവിടെ വളരെ സ്നേഹത്തോടു കൂടി ഓർക്കുകയാണ് കേട്ടോ. സാന്ദ്ര ചേച്ചീനെയും ഷിബിൻ ചേട്ടനെയും ശ്രീകാന്ത് ചേട്ടനെയും അതുപോലെ തന്നെ പേര് പറയാൻ താല്പര്യമില്ലാത്ത ആ ഒരു ചേച്ചിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഇവരെല്ലാവരും പുറത്തുള്ളവരും കേരളത്തിലുള്ളവരും ഒക്കെയാണ്. അപ്പോൾ അവരാണ് ഇവരെ ആ വീഡിയോ കണ്ടിട്ട് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അവർക്ക് മനസ്സിലായി, അവരുടെ വിഷമം മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് അവരെ സഹായിച്ചിരിക്കുകയാണ്. അപ്പോൾ അവരെ ഒത്തിരി നന്ദിയോടുകൂടി ഓർക്കുകയാണ്. അവരെ എന്തായാലും നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഓർക്കണം കേട്ടോ. അവരതാ ഏറ്റവും പറഞ്ഞ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. വേറെ ഒന്നും അവരെ ആവശ്യപ്പെടുന്നില്ല, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. അവരൊക്കെ വിവിധ ജീവിത സാഹചര്യങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ്. അവർക്ക് ഓരോ ആവശ്യങ്ങളൊക്കെ ഉണ്ടാകും. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് മാത്രമേ അവർ ആവശ്യപ്പെട്ടിട്ടുള്ളൂ. അപ്പോൾ ആരും പേര് പറഞ്ഞിട്ടൊന്നുമില്ല. എന്നാലും ഞാനത് പറഞ്ഞെന്നുള്ളൂ. നമ്മളത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ നമ്മളുടെ പേരിലാക്കേണ്ട കാര്യമില്ല. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും കണ്ടല്ലോ, ഇതാണ് ഈ വീഡിയോ. നമ്മളിത് ഇത്രയും ആക്കി കേട്ടോ. 2 കസേരയും ആ കൂടെ ഉണ്ട്. ഇത്രയും നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചു. നമ്മൾ ആ മുഴുവൻ പൈസ കൊണ്ട് നമ്മൾ സാധനങ്ങൾ മേടിച്ചിട്ടുണ്ട് കേട്ടോ. ചേട്ടാ ഒരു 2 വാക്ക് അവരോടൊന്ന് എന്താ പറയാനുള്ളത്? ദൈവത്തിൻ്റെ മുന്നിൽ എന്നെ സഹായിച്ച എല്ലാ അമ്മമാർക്കും സ്നേഹത്തോടെ എങ്ങനെ നന്ദി പറയുന്നത് എനിക്കറിയില്ല. എല്ലാവർക്കും നന്ദി. എൻ്റെ കാല് പൊട്ടി ഞാനിവിടെ കഷ്ടപ്പാടിലാണ്. എൻ്റെ മോള് തിരിച്ച് ഡിഗ്രി എനിക്ക് എൻ്റെ മകളെ പഠിപ്പിക്കാൻ എനിക്ക് നിവൃത്തിയില്ല. ഇന്നെൻ്റെ വീട്ടിലെത്തിയ എല്ലാ അമ്മമാർക്കും ദൈവത്തിനോട് ഞാൻ നന്ദി പറയുമോ. എൻ്റെ പ്രാർത്ഥന എപ്പോഴും ഉണ്ടാവും. ചേട്ടൻ്റെ കാല് കുഴമ്പൊക്കെ തേച്ചിരിക്കും കേട്ടോ. ചേട്ടൻ ഞാനിവിടെ വന്നപ്പോൾ മൊത്തം കുഴമ്പ് വെച്ചിരിക്കും. എന്നിട്ട് വയ്യാണ്ട് കാല് വെച്ച് ചേട്ടൻ താഴേക്ക് ഇറങ്ങി വരണ്ടെന്ന് പറഞ്ഞിട്ടും ചേച്ചി സന്തോഷമായോ ചേച്ചി? സന്തോഷമായി. എനിക്ക് എന്നെ സ്നേഹിക്കുന്ന ആ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. എനിക്കത് ഒരു പ്രാർത്ഥിക്കാനേ അറിയുള്ളൂ. ഞാൻ ഒരാൾ ഇനി കുറ്റം പറയില്ല. എന്തെന്നറിയാം, എനിക്കിട്ട് സഹായിച്ചു. ഞാൻ കുറ്റം പറയുന്ന തെറ്റല്ല എൻ്റെ അടുത്ത് കൊണ്ട്. എല്ലാ ചേച്ചിമാർക്കും ചേട്ടന്മാർക്കും എല്ലാവർക്കും എൻ്റെ പേരിൽ നന്ദി. നമുക്ക് ഞാൻ പറയും അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി കേട്ടോ. അവർക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കും. കിടക്കുമ്പോൾ ഇരിക്കുമ്പോൾ എല്ലാം ഞാൻ പ്രാർത്ഥിക്കും. എനിക്ക് അത്രയേ പറ്റില്ല. ഞങ്ങളന്ന് വന്ന് പോയതിനു ശേഷം ഇവിടെ ആനയൊക്കെ വന്നായിരുന്നു. വന്നല്ലേ? ഇന്നലെ 3 ആന, ഒരു കുട്ടി. മിനിങ്ങാന്ന് പിന്നെ അനീഷിനെ കൊന്ന ആനില്ലേ അവന്. പിന്നെ അതും വന്നായിരുന്നു. പിന്നെ വേറെ റോഡിന്റെ മേന്ന് അവര് ഓടിച്ചു വിട്ട് ഇങ്ങോട്ടായിരുന്നു. അങ്ങനെ എല്ലാം കൂടി താഴേക്ക് പോന്ന റോഡിലേക്ക്. അങ്ങനെ കടന്നപ്പോ ഇന്ന് 3 ദിവസമായി ആന അടുപ്പിച്ച് വരുന്നു. രാവിലെ ആയാലും നേരം വെളുത്തപ്പോൾ ആന ഇറങ്ങി വന്നു. എന്ത് പൊക്കെന്നറിയോ. വലിയ ആനയല്ല, വലിയ ആന കേട്ടോ. ഒരു 2 ആനയുടെ വലിപ്പമുള്ള ഒരു ഭയങ്കര ആനയത്. അത് ഇന്ന് രാവിലെ വന്നായിരുന്നു ഇവിടെ. ഇന്ന് രാവിലെ ആ ആന പറഞ്ഞില്ല, വേറെ ആന അല്ലേ? ഇന്ന് രാവിലെ ഉണ്ടായിരുന്നു അല്ലേ? എല്ലാ ദിവസവും വരുന്നുണ്ട്. എല്ലാ ദിവസവും വരും. അപ്പൊ നിങ്ങൾ എങ്ങനെയാ ഇത് അറിയുന്നേ? എങ്ങനെ അറിയും? പട്ടി കുറയ്ക്കുമ്പോ അല്ലേ? പട്ടി കുറയ്ക്കുമ്പോ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോ നിലാവട്ടമുള്ള കൊണ്ട് കാണും. ഇപ്പൊ നിലാവട്ടമില്ലാത്തപ്പോഴേ പേടിയുള്ളൂ. ടോർച്ച് അടിച്ച് നോക്കുവോ? ഇപ്പൊ ഏതായാലും നിങ്ങൾക്ക് ടോർച്ചും കൂടെ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ചേച്ചിയൊക്കെ അപ്പൊ രാവിലെ എത്ര മണിയാകുമ്പോഴാ പുറത്തിറങ്ങുക? ഞാൻ 6 മണിക്കൊക്കെ എണീക്കോ. പിന്നെ പുറത്തെല്ലാം പോയിട്ട് വന്നിട്ട് ചായ വെക്കാൻ തീ കത്തിക്കടിപ്പില്ല. രാവിലെ ജോലിക്ക് പോവോ? രാവിലെ തൊഴിലൊക്കെ ഉണ്ടെങ്കിൽ എത്ര മണിയാകുമ്പോഴാ പോകുന്നത്? അത് ഞാൻ 7 മണിയാകുമ്പോഴത്തേക്കും പോകും. ആ സമയത്ത് ആന ഉണ്ടാവോ? ആന നോക്കിട്ട് പോവൂല്ലേ? നിങ്ങൾക്ക് എപ്പോഴേലും പോകുന്ന വഴിക്കൊക്കെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോ? ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഈ പണിക്ക് പോകുന്ന സ്ഥലത്ത് തന്നെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ട്. ഒരാഴ്ച ഞാൻ പിന്നെ രാവിലെ എണീച്ച് പോകുമ്പോ ഓടുമെന്നറിയാം. അതിപ്പൊന്നല്ല, കുറെ ആയിട്ടൊക്കെ വന്ന് കയറി കൂടിയതിന്റെ ശേഷം അങ്ങനെയൊക്കെ ഞങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട്. ഞാനിവിടെ 20 വർഷമായി ഞാനിവിടെ സ്ഥിര താമസക്കാരനാണ്. അങ്ങനെയാണ് ഞാൻ വെള്ളം എടുക്കാൻ വേണ്ടി കുഴിയിലേക്ക് പോകുമ്പോഴത്തേനും ഏകദേശം ഒരു 200 മീറ്റർ ദൂരം പോകണം വെള്ളം എടുക്കാൻ വേണ്ടി.
ഇവിടെ വേറെ ഒരു സഹായത്തിനും ഇല്ല. വെള്ളം കൊണ്ട് പിടിച്ച് ഞാൻ ഒരു ദിവസം വെള്ളത്തിന് പോയതാണ്. അന്നേരമാണ് ആന കുഴിയിലുണ്ടായിരുന്നു. ആന ഓടിച്ച് എൻ്റെ നേരത്തെ എൻ്റെ കാലിൻ്റെ ഉപ്പുറ്റി പൊട്ടി വിട്ടുപോയി. അതിൻ്റെ എക്സ്റേ ഇവിടെയുണ്ട്. ആ ഉപ്പുറ്റി മൊത്തം പൊട്ടി മൊത്തം കമ്പിയാണല്ലോ അല്ലേ? മൊത്തം വിട്ടുപോയി. അതിൻ്റെ എക്സ്റേ ഇവിടെയുണ്ട്. പിന്നെ ഇങ്ങനെ ബുദ്ധിമുട്ട് ഒരു രാഷ്ട്രീയക്കാരും ആരും ഒന്നും ഇവിടെ അന്വേഷിക്കുകയോ പിടിക്കുകയൊന്നുമില്ല. പിന്നെ അറിയുന്ന വീടുകളിൽ കൂടെ ഞാൻ ഇങ്ങനെ രാവിലെ പോവും, മെല്ലെ നടന്ന് പോവും. ചേട്ടന് ജോലിക്ക് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇങ്ങനെ പൈസയ്ക്ക് വേണ്ടി ഓരോ വീടുകളിൽ ഓരോ വീട്. പിന്നെ പള്ളിയിൽ പോവും. പള്ളിയിൽ അച്ഛനൊക്കെ അറിയുന്ന കണിച്ചാറൊക്കെ അച്ഛൻ 100 രൂപ തരും. പിന്നെ മഠത്തിൽ പോവും. മഠത്തിൽ സിസ്റ്റർ 100 രൂപ തരും. അങ്ങനെ എൻ്റെ വീട്ടിലുള്ള ഉപ്പും മുളകെല്ലാം ഞാനിവിടെ ചെയ്യുന്നത് എത്തിക്കുന്നത് അല്ലേ? ഇനിയിപ്പോൾ എന്തായാലും ചേട്ടന് വരുന്ന ഏറ്റവും കുറഞ്ഞ ഒരു മാസത്തേക്ക് ഇനിയിപ്പോൾ എന്തായാലും ഒരു സാധനം മേടിക്കണ്ട. ചേട്ടന് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ 3 ദിവസമായി ഇവിടെ സ്ഥിരം ആനയായിട്ട് വരുന്നുണ്ട്. ആന വന്ന് ഇന്നലെ രാവിലെ ഇതിലെ മുഴയാൻ അങ്ങനെ റോട്ടിൽ കൂടെ ഏകദേശം ഒരു 6-7 മണിയായി നേരം ഇതിലേ പോന്ന്. അവിടുന്ന് ഇങ്ങനെ ആൾക്കാർ പൂക്കുന്നുണ്ട്. ഈ റോട്ടിൽ കൂടെയാ? ഈ റോട്ടിൽ കൂടെ തന്നെയാണ് ഞങ്ങൾ വന്ന വഴി കൂടെ കേട്ടോ. ഞങ്ങൾ വന്ന വഴി ഈ കാറ് കിടക്കുന്ന അതേ നേരെ എങ്ങനെയാണ് ആ വീടുകളുടെ നടുക്കൂടെയാണ്. അതേ വഴിക്കൂടെ തന്നെയാണ് മുഴയാൻ ഇന്നലെ ഇതിലെ നടന്നു പോയതെന്ന് പറഞ്ഞ്. അതെ, ഇന്നലെ രാത്രി എത്ര മണിയായപ്പോഴാണ്? ഇന്നലെ രാത്രി വെളുക്കുന്നിടം വരെ പോസ്റ്റുകാർ വരെ ഉണ്ടായിരുന്നു. 3 വണ്ടി ഉണ്ടായിരുന്നു. 3 വണ്ടി ഉണ്ടായിരുന്നു. പോസ്റ്റുകാരുണ്ടായിരുന്നു. അല്ലേ? അത് വൈരം കുറച്ച് ഇങ്ങോട്ട് ഓടുന്നത്. അതൊരു വലിയൊരു മോയായിരുന്നു. അതിനെ കൊണ്ട് ഭയങ്കര ഭയങ്കര ഇതാണ് കാണുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ജീവിക്കണ്ടേ? ഇവിടെ വന്ന് പട്ടി കുറച്ചപ്പോൾ അത് നിങ്ങളുടെ നേരെ വന്നോ? ഇങ്ങോട്ട് വന്നില്ല. അങ്ങനെ തന്നെ ഞാൻ പിന്നെ മെഴുകുതിരിണ്ടായിരുന്നു. അത് കത്തിച്ച് ഒറ്റ കയറി. അപ്പോൾ പോസ്റ്റുകാർ അവിടെ നിൽക്കുന്നുണ്ട്, വണ്ടിയും കൊണ്ട് വരുന്നുണ്ട്. പോസ്റ്റുകാർ 3 വണ്ടി ഉണ്ടായിരുന്നു. 3 വണ്ടി ഇപ്പം ഞാനിവിടെ സ്ഥിരതാമസക്കാരനായത് കൊണ്ട് അവർ എപ്പോഴും വരുന്നുമുണ്ട് എന്നെ അന്വേഷിക്കാൻ വേണ്ടി. ഒന്നാമത് വെളിച്ചമില്ല, കറണ്ട് ഇല്ല. ചേട്ടന് കറണ്ടിന് അത് ഞാൻ പറയാൻ വിട്ടുപോയി. ചേട്ടന് കറണ്ടിന് ആവശ്യമുള്ള എന്ത് സഹായമാണേലും ചേട്ടന് കറണ്ട് കിട്ടുന്നിടം വരെയുള്ള ചിലവ് എടുത്തോളാം ഒരു ചേട്ടൻ ഏറ്റിട്ടുണ്ട് കേട്ടോ. അത് സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരു ചേട്ടനാണ്. അപ്പോൾ പുള്ളി എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. അപ്പം അതിനെന്താ വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടനെ ഒന്ന് അറിയിച്ചാൽ മതി. നമുക്കത് പോയിട്ട് എങ്ങനെയാണ് എന്തൊക്കെ പേപ്പറാണോ ശരിയാക്കേണ്ടത് അതെല്ലാം ശരിയാക്കി. BPL സർട്ടിഫിക്കറ്റ് എൻ്റെ മോളെ ശരിയാക്കി കൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ ഓണർ സർട്ടിഫിക്കറ്റും കൂടി വേണം. ഞാനിവിടെ സ്ഥിര താമസക്കാരനാണ്. അപ്പോൾ അത് വാങ്ങാൻ എൻ്റെ അടുത്ത് പൈസയില്ല. അത് എത്ര രൂപ നമുക്ക് ചിലവ് വരും? അത് അക്ഷയയിൽ പോയിട്ട് അവരുടെ ചില്ലറ പൈസ കൊണ്ടുവരും. ഏകദേശം ഒരു 80 തൊട്ട് 100 രൂപ കൊടുക്കണ്ടോ. പിന്നെ അത് വാങ്ങിയിട്ട് പിന്നെ പഞ്ചായത്തിൽ പോകണം. എടൂര് പഞ്ചായത്തിലാണ് പോകേണ്ടത്. എടൂർ പഞ്ചായത്തിൽ പെടുന്ന ആറളം പഞ്ചായത്തല്ല? ആറളം പഞ്ചായത്ത് എടൂർ പഞ്ചായത്താണ് ഇപ്പോൾ. എടൂർ ആറളം പഞ്ചായത്ത് എടൂർ പഞ്ചായത്ത് ഒന്നാ. അപ്പൊ അവിടെ പോണല്ലേ? പിന്നെ അത് വാങ്ങിയിട്ട് വേണം. പിന്നെ കാക്കങ്ങാട് പോവാം. KCB പോണം. KCBയുടെ ഓഫീസിൽ പോകണം അല്ലേ? കാക്കങ്ങാട് പോകാൻ എൻ്റെ അടുത്ത് അല്ല. അത് ചേട്ടനെ അത് വിഷമിക്കണ്ട. ചേട്ടനെ അത് അതിനെന്ത് ചിലവ് വന്നാലും എടുത്തോളാന്ന് ഒരാളെ ഏറ്റിട്ടുണ്ട് കേട്ടോ. ഇനി ആ പേരിൽ നിങ്ങൾ കറണ്ട് കിട്ടാതിരിക്കുകയല്ല, നിങ്ങൾക്ക് കറണ്ട് കിട്ടും. കറണ്ട് കിട്ടാൻ എന്താ തടസ്സമുള്ളതെന്ന് മാത്രം അറിയിച്ചാൽ മതി. നമുക്കത് ശരിയാക്കി എടുക്കാം കേട്ടോ. അത് ഓർത്ത് വിഷമിക്കണം. നമുക്ക് എത്രയും പെട്ടെന്ന് നമുക്ക് ആ കറണ്ടിനുള്ള പരിപാടി ചെയ്യാം. ആയിക്കോട്ടെ കേട്ടോ. ഇപ്പൊ സന്തോഷമായില്ലേ എല്ലാ സാധനവും? എല്ലാം എനിക്കിപ്പോൾ എൻ്റെ അച്ഛനമ്മ മരിച്ചുപോയി. എനിക്കിപ്പോൾ സ്വർഗം കിട്ടിയ പോലെ ഞാൻ നിങ്ങളെല്ലാം കാണുമ്പോൾ എനിക്ക് സ്വർഗം കിട്ടിയ പോലെ ഞാൻ കഴിയുന്നത്. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ട് ഞാനിവിടെ ഒരു രാഷ്ട്രീയക്കാരൻ തിരിഞ്ഞു നോക്കൂല. അവർക്ക് വോട്ട് മാത്രമേ വേണ്ടൂ. സാരല്ല. ഇനിയിപ്പോൾ നമുക്ക് ആളുകൾ കണ്ടല്ലോ. ഇപ്പം എന്തായാലും ചേട്ടന് സഹായം കിട്ടും കേട്ടോ. കറണ്ട് കിട്ടാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ട് മാറും. നിങ്ങൾ ഇരുട്ടി കിടക്കുന്ന കണ്ടിട്ടേ ഒത്തിരി ആൾക്കാർക്ക് വിഷമമായി. ഒന്ന് പ്രത്യേകിച്ച് ഇത്ര ആനയൊക്കെ ഉള്ള സ്ഥലത്തേ നിങ്ങൾക്കൊരു കറണ്ടും കൂടെ ഇല്ലയെന്ന് പറയുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഞാൻ അവിടെ ട്രാൻസ്ഫോമർ കണ്ടോ. ഞങ്ങൾ ഇത്ര നേരം അവിടെയാണ് നിന്നേ. അവിടെ നിങ്ങളോട്ട് ഇനി ഇത്ര പോസ്റ്റ് ഇട്ടാൽ പോലെ അല്ലേ? നമുക്ക് എന്തായാലും കറണ്ട് കിട്ടാനുള്ള പരിപാടി നമുക്ക് ചെയ്യാം കേട്ടോ. ശരി. അപ്പോൾ നമ്മൾ കറണ്ട് കിട്ടുന്ന ആ പരിപാടിക്കായിരിക്കും നമ്മളിവിടെ കാണുന്നത് കേട്ടോ. അന്ന് നമ്മൾ വരും. ഓക്കെ. ഞാൻ മരിക്കുന്നിടം വരെ എന്നെ സഹായിച്ച അമ്മമാർക്കും ചേട്ടന്മാർക്കും സഹോദരനും ഞാൻ പ്രാർത്ഥിക്കും മരിക്കുന്നിടം വരെ. ഇന്ന് ഞാൻ വീടുകളിൽ കൂടെ തെണ്ടി പോയിട്ട് ഞാൻ 2 കിലോ അരി ഞാൻ വാങ്ങിയിട്ട് വന്നത്. അടുപ്പ് നോക്കലറിയാം, കയറി നോക്കലറിയാം എന്താ കറി. നമുക്ക് മനസ്സിലായി.
നമുക്കറിയാലോ, മനസ്സിലായല്ലോ. എന്തായാലും ഞാൻ തൽക്കാലം 20 കിലോ അരി കൊണ്ടുവന്നുണ്ട്. ഇനി ആവശ്യം ഉണ്ടെങ്കിൽ അത് തീർന്ന് കഴിയുമ്പോൾ പറഞ്ഞാൽ മതി കേട്ടോ. എൻ്റെ നമ്പർ ഉണ്ടല്ലോ, വിളിക്കാൻ മറക്കല്ലേ. നമ്പറിലേ, ആ നമ്പറിലൊന്ന് ഇടയ്ക്ക് വിളിക്കാൻ മറക്കല്ലേ കേട്ടോ. ആയിക്കോട്ടെ. മൊബൈലിൽ പൈസ ഇല്ലാത്തതുകൊണ്ടാണോ വിളിക്കാത്തത്? പൈസ ഇല്ല, പൈസ മൊബൈലിൽ പക്ഷെ അടിക്കുന്നുണ്ടല്ലോ, റിങ് ചെയ്യുന്നുണ്ടല്ലോ. റിങ് ചെയ്യുന്നുണ്ട്. അവള് പിന്നെ ആരുടെങ്കിലും ഒക്കെ കയ്യിൽ നിന്ന് മൊബൈൽ റീചാർജ് ചെയ്യണമെങ്കിൽ ഞാൻ ചെയ്തു തരാം കേട്ടോ. ആയിക്കോട്ടെ. ഞാൻ ചെയ്തു തരാം. ശരി കേട്ടോ. ആയിക്കോട്ടെ. ശരി എന്നാ പോട്ടെ. ഞാൻ എന്താ പറയുന്നത്, എനിക്ക് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. എനിക്കെങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. ദൈവത്തിന് നന്ദി, അത് മാത്രമേ എനിക്കറിയൂ. പക്ഷേ ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്. മഴയൊക്കെ വല്ല വരുന്ന അത്യാവശ്യ സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇനി എന്തെങ്കിലും തീർന്ന ചേട്ടൻ എന്നോട് പറഞ്ഞാൽ മതി കേട്ടോ. ഇനി അങ്ങനെ എവിടെയും പുറത്തു പോയി മേടിക്കണ്ട കേട്ടോ. നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എത്തിക്കാം കേട്ടോ. ഞാനിപ്പോൾ 7 കിലോമീറ്റർ ദൂരം നടക്കണം ടൗണിലെത്തണമെങ്കിൽ. അവിടെ പോയി ഇത്രയും അവിടെ പോയി അറിയുന്ന പണ്ടൊക്കെ പണിയെടുത്ത വീടില്ലേ, ആ വീട്ടിലൊക്കെ ഞാൻ കയറിപ്പോകും. ചേട്ടൻ പണ്ട് പണി എടുത്തുകൊണ്ടിരുന്ന വീടുകളിൽ പോയി 7 കിലോമീറ്റർ, അത് ഇവിടുന്ന് 7 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ നമുക്ക് നിസ്സാര ദൂരമായിരിക്കും. പക്ഷേ ഇവർക്കത് ഭയങ്കര ദൂരം കേട്ടോ. കാരണം രാവിലെയും വൈകിട്ടും 2 ബസ് വെച്ചേ ഉള്ളൂ. ഒന്നെങ്കിൽ ആ ബസ്സിന് പോകണം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് 150-200 രൂപ. എത്ര രൂപ ഓട്ടോറിക്ഷയ്ക്ക്? എത്രയാണ് ഓട്ടോറിക്ഷയ്ക്ക്? 150 കൊടുക്കണം. 150. 150. 150 രൂപ ഓട്ടോറിക്ഷയ്ക്ക് കൊടുത്താൽ ഇവർക്ക് ആ സ്ഥലത്ത് എത്താൻ പറ്റുള്ളൂ. അവിടെ ചെന്ന് ചേട്ടൻ പണ്ട് പണിയെടുത്തുകൊണ്ടിരുന്ന വീടുകളിൽ നിന്ന് അവർ തരുന്ന സാധനങ്ങൾ വെച്ചാൽ ഈ കുടുംബം കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത് കേട്ടോ. ഏതായാലും കുറച്ച് നാളത്തേക്കെങ്കിലും അവർക്ക് ആ ഒരു വീടുകളിൽ കൂടെ കയറി അങ്ങനെ ചോദിക്കുന്ന ആ ഒരു പരിപാടി ഒഴിവാക്കാനായിട്ടുള്ള ഒരു അവസരം ഇപ്പോൾ എന്താ പറയുക, നമ്മുടെ നല്ലവരായ സബ്സ്ക്രൈബേഴ്സ് ആ 4 പേര് സഹായിച്ചുകൊണ്ട് ഇപ്പോൾ കിട്ടിയിരിക്കാം കേട്ടോ. ഈ സ്ഥലത്തിൻ്റെ ഒരു മുട്ടും ഭാവവും നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും. നമുക്കിത് സങ്കല്പിക്കാൻ പറ്റില്ല കേട്ടോ. രാവിലെ ആ വലിയ മഴ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഈ ഒരു ഇപ്പോൾ കാണുന്ന മരത്തിൻ്റെ ആ ഒരു ഹൈറ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ ആ കിടക്കുന്ന കാറ് എത്ര വലിപ്പമുണ്ടെന്ന് നിങ്ങൾ ചിന്തിച്ചാൽ നോക്കും. അത് ഈ മരം ഏകദേശം ഈ മരത്തിൻ്റെ വലിപ്പമുണ്ട്. ആനയ്ക്ക് വലിയ ആന കേട്ടോ. 2 ആനയുടെ വലിപ്പമുള്ള ഒരു ആനയാണ്. ആ ആന തന്നെയാണ് അനീഷിനെ കൊന്ന ആന. ഇതിലെ ദിവസം രാവിലെ ഇതിലെ പാഞ്ഞു പോകും. ചില ദിവസങ്ങളിൽ ഇവിടെ വന്ന് ഇവരെ നോക്കി നിൽക്കുമെന്നൊക്കെ ഇവരെന്നോട് പറഞ്ഞായിരുന്നു. അതിപ്പോൾ വീഡിയോയിലൂടെ അവരത്രയും കൃത്യമായിട്ട് പറഞ്ഞില്ല. പക്ഷേ നമുക്കത് ചോദിപ്പിച്ച് പറയാൻ പറ്റില്ല. ഒരു പ്രാവശ്യം എന്നോട് സംസാരിച്ച് വന്നപ്പോൾ അവർ ആ കാര്യം പറഞ്ഞായിരുന്നു. ഇവിടെ വന്ന് ഇവരെ നോക്കി നിന്നു. ആ ആനയുടെ ഒരു സ്വഭാവം അതായത് അനീഷിൻ്റെ വീട്ടിലും ആ അനീഷിനെ കൊന്നതിന് ശേഷവും ആ ചേച്ചിയുടെ ആ വീടിൻ്റെ മുമ്പിൽ ആ ചേച്ചീനെ നോക്കി ആ ആന നിന്നിരുന്നു എന്ന് നമുക്ക് അന്ന് പറയുന്നതൊക്കെ നമ്മൾ കേട്ടാണ്. അതേ ആന തന്നെ അനീഷിൻ്റെ വീട് ഇവിടെ തൊട്ട് മുകളിലാണ്. കുറച്ച് പോയാൽ മതി. നമ്മളേതായാലും കുറേ നേരം മഴ തീരാൻ വേണ്ടി വെയിറ്റ് ചെയ്തു കേട്ടോ. പക്ഷേ ഒരു 2 മണിക്കൂറോളം നമ്മൾ മഴയത്ത് കിടന്നു. പക്ഷേ എന്നാലും ഇപ്പം മഴയൊക്കെ തീർന്ന് നോക്കി നമുക്ക് ഈ ഒരു പരിപാടി മുഴുവനായിട്ട് ഒരു ബുദ്ധിമുട്ടും കൂടാതെ നമുക്കിത് തീർക്കാനായിട്ട് സാധിച്ചു കേട്ടോ. ഇപ്പോഴും ഇടിയൊക്കെ വെട്ടുന്നുണ്ട്, പക്ഷേ എന്നാലും നമ്മളെ മഴ ചതിച്ചില്ല. ഏതായാലും അതിനും ദൈവത്തിന് നന്ദി പറയുകയാണ് കേട്ടോ. ഏതായാലും നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് തീർന്നതിന് കേട്ടോ. ഏതായാലും നമ്മൾ നല്ല ടോർച്ച് അത്യാവശ്യം നല്ലത് തന്നെ മേടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം അവർക്ക് റീചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന ടോർച്ച് തന്നെ മേടിച്ച് കൊടുത്തിട്ടുണ്ട്, നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ചുള്ളത്. ഓക്കെ, നമ്മളെ വീടിൻ്റെ ഉൾവശം ഒന്ന് ജസ്റ്റ് കാണാനായിട്ടുള്ള ശ്രമമാണ് കേട്ടോ. നമ്മൾ കൊണ്ടുവന്ന എമർജൻസി വെച്ച് തന്നെ നമുക്ക് ലൈറ്റില്ല, അറിയാലോ അവർക്ക് കണ്ടില്ലാത്തതുകൊണ്ട്. ഇതാണ് കേട്ടോ അടുക്കളയിലൊന്നുമില്ല കേട്ടോ. പിന്നെ ഭക്ഷണമൊന്നും ഉണ്ടാക്കിയില്ല? ഉണ്ടാക്കിയോ? ഇത്രേ ഉള്ളൂ കേട്ടോ. ഇതാണ് ഇവരുടെ അടുക്കള കേട്ടോ. പാത്രങ്ങളും ഒക്കെ കുറവാണ് കേട്ടോ. സാധനങ്ങളും ഇല്ല. ഞാനിത് കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ ഒന്നും മേടിച്ച് അങ്ങനെയൊന്നും കാണിക്കാനായിട്ട് പറ്റിയില്ല. ഇതാണ് മുറി കേട്ടോ. നിങ്ങളപ്പോൾ എവിടെ കിടക്കുക? പാവരിച്ച് നിലത്താ കിടക്കുക? ഓ, ഇവരെല്ലാവരും നിലത്താണ് കിടക്കുന്നതെന്ന് കേട്ടോ. ഓക്കെ, ഞാൻ കൂടുതൽ കാണിക്കുന്നില്ല, നമുക്ക് ഏകദേശം സാഹചര്യം മനസ്സിലായി. ഏതായാലും കണ്ടോ, സാധനങ്ങളൊന്നും അവർക്ക് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് എല്ലാം നിലത്തോടെ വെച്ചേക്കുവാണ്. വാതിലുണ്ട് കേട്ടോ, ഭാഗ്യം. കഴിഞ്ഞ വർഷം തന്നെ ഞാനും എൻ്റെ മോനെ ഇവിടെ കിടന്നുറങ്ങുമ്പോൾ ആന വന്ന് പെട്ടെന്ന് ഇങ്ങനെ ഓടി വന്നതിന് ശേഷം എൻ്റെ മോനെ രക്ഷിക്കാൻ
ഞാൻ പെട്ടെന്ന് എൻ്റെ മോനെ വീട്ടിലേക്ക് വലിച്ചടിച്ച് ആന ഇവിടം വരെ എത്തി. ഈ മുറ്റത്തൂടെ വന്നപ്പോൾ. ഇങ്ങോട്ട് വന്നോ? ഈ മുറ്റത്തൂടെ വന്നപ്പോൾ അങ്ങനെയാണ് എൻ്റെ ഈ കൈ ഒടിയുന്നത്. ഓ, അതിപ്പോഴാട്ടെ ഞാൻ അറിയുന്നത്. അങ്ങനെ സംഭവിച്ചാ? മൊത്തം ആന കാരണം ഇപ്പം ശരീരത്തിൽ ഇനി ഒടിയാത്ത ഒന്നുമില്ല. ഈ 2 കൈയും ഒടിഞ്ഞു. തലശ്ശേരിയിൽ നിന്നാണ് സ്റ്റീൽ ചെയ്തത്. സ്റ്റീൽ ഇതുവരെ എടുത്തിട്ടില്ല. കാലയിൽ സ്റ്റീലുണ്ട്, കയ്യിൽ സ്റ്റീലുണ്ട് കേട്ടോ. ഒരവസ്ഥ. ഈ മുറ്റത്തോടെയൊക്കെ എങ്ങനെ ആന നടക്കൂലേ? ആന നടക്കൂ. ഇപ്പൊ ഇത് കഴിഞ്ഞ മഴക്കാലത്തെ ആയിരിക്കുമല്ലേ ഈ കാണുന്നത്? ഞാൻ രാത്രി കിടന്ന മക്കൾ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങുന്നുണ്ട്. ഒറ്റപ്പാട് കെട്ടിയ ഞാൻ പുറത്തിറങ്ങിയത്. അപ്പൊ ആന ഇതിലെ വന്നു. ആന വന്നപ്പോ ഞാൻ വേഗം ഓടി അകത്ത് കയറി. ആന വന്ന് ഇവിടെ ചവിട്ടി. ഇത് ആന ചവിട്ടിയതാണ്. ഇതാന ചവിട്ടിയതാ? ഓ, ഞാൻ വിചാരിച്ചത് തന്നെ പൊട്ടിപ്പോയതാണ് കേട്ടോ. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ വിചാരിച്ചിട്ട് ഇവിടെ ഇരുന്നേ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞപ്പോ ഈ ചില്ല് ആന പൊട്ടിച്ചാ? ഇതിന്റെ ജനലിന്റെ ചില്ലും ആന പൊട്ടിച്ചാ കേട്ടോ. സത്യം പറഞ്ഞാൽ അവർക്ക് സേഫായിട്ടൊരു ജനലും ഇല്ല. ഇതും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഇതൊക്കെ ചേട്ടൻ ഓരോരോ തവണയായിട്ടാട്ടോ പറയുന്നത്. അതാണ് നമ്മൾ ഒറ്റയടിക്ക് നമുക്കിത് നമ്മളിങ്ങനെ സംസാരിച്ച് വരുമ്പോൾ ഒരു മനസ്സ് തുറക്കുമ്പോൾ ഇതെല്ലാം കിട്ടും കേട്ടോ. ഇത് ആന ചവിട്ടി പൊട്ടിച്ചാട്ടോ. അപ്പോൾ ആലോചിച്ച് നോക്കണം. ഇത്രയേ ഉള്ളൂ ഈ വീടിൻ്റെ ഒരു സ്ഥിതി എന്നൊക്കെ പറഞ്ഞാൽ. ഒരു ആനയൊക്കെ കയറി കഴിഞ്ഞാൽ തീർന്നു. ഫോട്ടോ കാണുന്ന ചേട്ടൻ്റെ മോനാണോ? അല്ല, അത് എൻ്റെ ഫോട്ടോയാണ് ഞാൻ വെച്ചത്. ചേട്ടൻ്റെ ഫോട്ടോ? എൻ്റെ ഫോട്ടോയാ. അതെന്താ അങ്ങനെ വെച്ചേ? അത് ഞാൻ വെച്ചത്, ഞാൻ എന്തായാലും മരിച്ചു പോയെങ്കിൽ പിന്നെ ഇവർക്ക് നിവൃത്തിയില്ലല്ലോ എൻ്റെ ഫോട്ടോ എടുത്ത് വെക്കാൻ. അത് ഞാൻ തന്നെ എടുത്ത് വെച്ചതാണ്. സ്വയം ഇഷ്ടത്തിൽ ഞാൻ എടുത്ത് വെച്ചതാണ്. മരിക്കും ഉറപ്പിച്ചോ? പിന്നെ ദൈവമുള്ള ഒരാളുണ്ടെങ്കിൽ അത് മരിക്കുമ്പോൾ മരിച്ചോട്ടെ. ചേട്ടൻ ഇപ്പോഴേ ഫോട്ടോ ഒക്കെ വെച്ച് ഒരുങ്ങണോ? ദൈവം, ചേട്ടൻ രാത്രി ആനയെ പേടിച്ചിട്ട് ഇവിടെ തിണ്ണെ കിടക്കുമെന്നാട്ടോ പറഞ്ഞേ. ഇവിടെ തിണ്ണെ കിടക്കൂല ചേട്ടൻ? എന്നെ വെച്ചിട്ട് മുന്നേ പറഞ്ഞു കേട്ടോ. അതെന്തിനാ അങ്ങനെ കിടക്കുന്നേ തിണ്ണല്? എല്ലാ മക്കള് പിന്നെ അകത്തല്ലേ നിൽക്കുന്നത്. ആന എന്തെങ്കിലും വന്ന് ഉപദ്രവിക്കുന്നത് വേണ്ടിട്ടാ ഞാൻ ചെയ്യുന്നത്. പിന്നെ എൻ്റെ ദൈവത്തിനൊരു വിശ്വാസം എനിക്കുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഒരു ദിവസം ഇതിലെ ആന ഇങ്ങനെ ഇറങ്ങി വരുന്നത്. അപ്പൊ ഞാൻ മക്കളെ എന്നൊരു വിളിച്ചു. ഞാൻ ആന ഇങ്ങെത്തി. ആന ഇതിൽ നടന്ന് ഇതാ പോന്ന്. ആന എന്നെ കണ്ടപ്പോൾ ഇങ്ങോട്ട് തിരിഞ്ഞു. അങ്ങനെ ഇത് പൊട്ടിയല്ലേ? അങ്ങനെ കാലെടുത്ത് പോയി പൊട്ടി. പിന്നെ ചില്ലിനും ഒന്ന് അടിച്ചു. ഇതാ ഈ ഇതിനെങ്കിലും തുമ്പിക്കൈ കൊണ്ട് ഇതിലും കൊണ്ട് അടിച്ചു. ചില്ലും പൊട്ടിയില്ല. അപ്പോൾ ചേട്ടൻ അപ്പം ഇവിടെ എന്തിനാ കിടന്നേ? മരിക്കുവാണെങ്കിൽ മരിക്കട്ടെ എന്ന് വിചാരിച്ചോ? ഞാൻ പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒരു പാർട്ടിയുടെ സഹായവും എനിക്കില്ല. അങ്ങനെയൊന്നും ചിന്തിക്കണ്ട കേട്ടോ. അങ്ങനെയൊക്കെ ചിന്തിക്കണം. നമ്മളേതായാലും ജനിച്ചില്ലേ, അപ്പം എനിക്ക് നമ്മൾ ജീവിക്കണമല്ലോ. മരിക്കുന്നതിനും വരെ നമ്മൾ ജീവിക്കണം. ഇത് നമ്മൾ മരിക്കാൻ വേണ്ടി നമ്മൾ ജീവിച്ചിട്ട് കാര്യമുണ്ടോ? നമ്മൾ ജീവിക്കാം. എപ്പോഴേലും മരിക്കേണ്ട സമയം വരുമ്പോൾ മരിക്കട്ടെ കേട്ടോ. എങ്കിലും എൻ്റെ മക്കളെ ഇട്ടിട്ട് ഞാൻ എന്തായാലും, എൻ്റെ മക്കളെ കൊന്നിട്ട് ഞാൻ എന്തായാലും ആദ്യം എൻ്റെ മക്കളെ ഞാൻ കൊല്ലാൻ അനുവദിക്കില്ല. അതിനുവേണ്ടിയാണോ ചേട്ടൻ ഈ ഫോട്ടോ ഒക്കെ വെച്ചിരിക്കുന്നത് അല്ലേ? ഇനി അങ്ങനെ പുറത്തൊന്നും കിടക്കണ്ട കേട്ടോ. അങ്ങനെയൊന്നും പുറത്തൊന്നും കിടക്കണ്ട. അകത്ത് തന്നെ കയറി കിടക്ക് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ വഴികളും പരിഹാരങ്ങളൊക്കെ വരും കേട്ടോ. ഓക്കെ. അതായത് ചേട്ടൻ പറഞ്ഞതെന്നു വെച്ചാൽ ചേട്ടൻ രാത്രി ഈ തിണ്ണെ കിടന്ന് ഉറങ്ങുവാന്ന്. എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ചേട്ടൻ പറയാം, ആരെങ്ങാനും വന്നു കഴിഞ്ഞാലും മക്കളെയും ഭാര്യയെ ഉപദ്രവിക്കാതിരിക്കാനായിട്ട് ചേട്ടൻ ഇവിടെ കിടക്കും. അതായത് ആദ്യം ചേട്ടനെ ഉപദ്രവിച്ചോട്ടെ എന്നുള്ള രീതിയിൽ കേട്ടോ. ചേട്ടൻ്റെ ഗതികേട് കൊണ്ട് ചേട്ടൻ ചിന്തിച്ച് കൂട്ടുന്ന ഓരോ കാര്യങ്ങളാണ്. ചേട്ടൻ്റെ ഫോട്ടോ തന്നെ ഇവിടെ എടുത്ത് വെച്ചേക്കുവാണ്. ചേട്ടൻ മരിച്ചു കഴിഞ്ഞാൽ ചേട്ടൻ്റെ ഫോട്ടോ ആരും വെക്കണ്ടല്ലോ, അല്ലെങ്കിൽ മക്കൾ അതിനു വേണ്ടി കഷ്ടപ്പെടണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. ഇതൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ മനുഷ്യരുടെ ഓരോ ഗതികേടിൽ നിന്ന് വരുന്ന ചിന്താഗതികളാണ് കേട്ടോ. അപ്പോൾ നമ്മളത് മനസ്സിലാക്കണം. നമ്മളത് തമാശയായിട്ട് പറഞ്ഞെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ അകത്ത് ചിന്തിക്കാനായിട്ട് കുറേ കാര്യങ്ങളുണ്ട്. ഇത് ഞാൻ ഏറ്റവും ലാസ്റ്റ് പോകാൻ നേരത്ത് ചേട്ടൻ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് രണ്ടാമതൊന്നും കൂടെ ആ ചേട്ടൻ പറയുന്നൊന്ന് എടുത്ത് കേട്ടോ. അപ്പോൾ ഞാൻ ഏതായാലും വളരെ സന്തോഷത്തിലാണ് ഇവിടെ നിൽക്കുന്നത്. അപ്പോൾ അവർ ഇരിക്കാനൊരു കസേര പോലും ഇല്ലായിരുന്നു. ഇപ്പോൾ അവർ ആ കസേരയിലാണ് കേട്ടോ ഇരിക്കുന്നത്. അതൊക്കെ നമ്മളെ സഹായിച്ച 4 പേര് അവരുടെ നല്ല മനസ്സുകൊണ്ടാണ്. വേറെ ആളുകൾ ചോദിച്ചിരുന്നു. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞു, അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ പൈസ ഇപ്പോൾ നമുക്കായി, നമുക്കെല്ലാം കൂടെ നമുക്കങ്ങനെ മേടിച്ച് ഇതാക്കിയിട്ട് കാര്യമില്ല. അപ്പോൾ ഏതായാലും നമുക്ക് അപ്പോൾ അത്യാവശ്യത്തിനുള്ള കാര്യങ്ങൾ ഇപ്പം നമുക്ക് അവർക്ക് മേടിച്ച് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം വീട്ടിലേക്ക് വേണ്ട എല്ലാ ഗ്രോസറി സാധനങ്ങളും, സോപ്പ് മുതൽ ഉപ്പ്, മറ്റേ ഓയിലുകൾ സാധനങ്ങൾ, പരിപ്പ് മുതൽ എല്ലാ സാധനങ്ങളും, അവർക്ക് ഡ്രസ്സും എല്ലാം
സാധനങ്ങൾ നമ്മൾ അത്യാവശ്യം നമ്മൾ ഒരു 10-45 ഐറ്റംസ് നമ്മൾ ലിസ്റ്റ് ഉണ്ടാക്കി തന്നെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പ്രത്യേകിച്ച് ചേട്ടൻ ചേട്ടൻ ആപ്പാടെ 3 സാധനം നമ്മളോട് ചോദിച്ചുള്ളൂ കേട്ടോ. ഒന്ന് ചായപ്പൊടി, ഒന്ന് ഉണക്കമീൻ, പിന്നെ അവർക്ക് ചായ വെച്ച് കൊടുക്കാൻ പാൽപ്പൊടി, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ചേട്ടൻ ചോദിച്ചത്. ഏതായാലും നമ്മളെല്ലാ സാധനങ്ങളും മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഏതായാലും അതിന് സഹായിച്ച ആ 4 പേർക്ക് ഒത്തിരി നന്ദി അറിയിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള ആളുകളെ നമ്മളും കൂടെ കാണാതെ പോയത് കേട്ടോ. കാരണം ഇവരിങ്ങനെ ബുദ്ധിമുട്ടി ജീവിക്കുന്ന ഒത്തിരി ആളുകളുണ്ട് നമുക്ക് ചുറ്റും. അപ്പോൾ നമ്മളൊക്കെ ഇങ്ങനെ വന്ന് ഇവരുടെ മുമ്പിലേക്ക് എത്തുമ്പോഴായിരിക്കും നമുക്ക് ഇവരുടെ കഥയൊക്കെ അറിയാനായിട്ടും ഇവരുടെ ബുദ്ധിമുട്ടൊക്കെ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് കിട്ടുന്നൊരു അവസരമാണ് ഇവരെയൊക്കെ ഒന്ന് സഹായിക്കാനായിട്ട്, ഇവരെ ഒന്ന് കൈ പിടിച്ച് കയറ്റാനായിട്ടൊക്കെ. ഏതായാലും വളരെ സന്തോഷം. പ്രത്യേകിച്ച് ഇനിയിപ്പോൾ ഞാൻ വളരെ അത്യാവശ്യമായിട്ട് എനിക്കിവിടെ തോന്നുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അലാറത്തിൻ്റെ കാര്യമാണ്. അതായത് അലാം സിസ്റ്റം നമ്മുടെ വീഡിയോ ചാനൽ സ്ഥിരമായിട്ട് കാണുന്ന ആളുകൾക്ക് അറിയാം, മലപ്പുറം സ്വദേശിയായിട്ടുള്ള ഇഷ്യൂ. അതിന് ഞാൻ പറയേണ്ട ആവശ്യമില്ല. ആ ഒരു അലാം സിസ്റ്റം ഇവിടെ ഏറ്റവും കുറഞ്ഞത് 2 എണ്ണമെങ്കിലും വേണം. കാരണം ഞാൻ എല്ലാ സ്ഥലത്തും ഒരെണ്ണം എന്നാണ് പറയാറെങ്കിൽ ഇവിടെ 2 എണ്ണം എന്തായാലും വേണം. കാരണം എല്ലാ ദിവസവും ആന പോകുന്നതും അല്ലെങ്കിൽ നോർമലായിട്ട് പോകുന്നതും അതുപോലെ തന്നെ ആനകളെ പായിച്ച് കഴിയുമ്പോൾ ആനകൾ ക്രോസ് ചെയ്ത് പോകുന്ന വഴിയാണ് ഇതൊക്കെ. അപ്പോൾ ആ ഒരു മെഷീൻ നമ്മൾ ഈ 2 വീടിൻ്റെ അപ്പുറം ഇപ്പുറമൊക്കെ ആയിട്ട് ആ മരത്തിലൊക്കെ ഒന്ന് വെച്ച് കൊടുത്താൽ ഈ ആനയൊക്കെ വരുവാണെങ്കിൽ അതടിക്കുകയും അവർക്ക് ഒരു പ്രൊട്ടക്ഷൻ കിട്ടുകയും ചെയ്യും. അപ്പോൾ നമുക്ക് എത്രയും പെട്ടെന്ന് അതിനുള്ളൊരു മാർഗ്ഗം ആരെങ്കിലുമൊക്കെ സഹായിക്കുകയാണെങ്കിൽ നമ്മൾ അതും കൂടെ ഇവിടെ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ. ഏതായാലും ഒത്തിരി സന്തോഷം. ഇവരെ സഹായിക്കാൻ ആയിട്ട് നമ്മുടെ നല്ലവരായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സിൻ്റെ സഹായത്തോടു കൂടി സാധിച്ചതിൽ ഞാൻ ഒത്തിരി സന്തോഷിക്കുന്നു. പിന്നെയും നമ്മളിനി കറണ്ടിൻ്റെ കാര്യവും നമ്മൾ ഒരു ചേട്ടൻ ഏറ്റിട്ടുണ്ട്. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്നൊരു ചേട്ടൻ നമുക്കതും ഏറ്റിട്ടുണ്ട്. അവർക്ക് കറണ്ടിന് വേണ്ട എന്ത് സഹായം വേണമെങ്കിലും ചെയ്തു കൊടുത്തോളാം എന്ന് അത് പറഞ്ഞിട്ടുണ്ട്. എന്നോട് ചെയ്തു കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കോൺഫിഡൻസിൽ ഞാൻ ആ ചേട്ടൻ പറയുന്നത് കേട്ട് നമ്മളത് ചെയ്യാനായിട്ട് പോവുകയാണ്. അവർക്ക് കറണ്ടിന് വേണ്ട എന്ത് ചിലവുണ്ടെങ്കിലും നമ്മളത് റെക്ടിഫൈ ചെയ്ത് അതിനുള്ള തടസ്സങ്ങളും മാറ്റി ഇവർക്ക് കറണ്ട് എത്രയും പെട്ടെന്ന് കിട്ടണം കേട്ടോ. നമ്മൾ അതിനു വേണ്ടിയുള്ള ശ്രമമാണ് നടത്താൻ പോകുന്നത്. ഏതായാലും വളരെ സന്തോഷം. ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.